നമ്മുടെ നാട്ടിൽ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ഗവർണറാണ്. അത് ഒരുപക്ഷെ നല്ല ഉദ്ദേശത്തോടൊക്കെ തുടങ്ങിയതായിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത് ഗവർണർമാർ അവരെ അയക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയം നടത്തുന്നതായിട്ടാണ്. പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് വന്നതിന് ശേഷം ഇങ്ങനെയാണ്. മുമ്പ് അങ്ങനെയല്ല, ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. ഇപ്പോൾ BJPയുടെ രാഷ്ട്രീയം അത് യൂണിവേഴ്സിറ്റികളിലൂടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമമുണ്ട്. അപ്പോൾ അത് ചെറുക്കപ്പെടേണ്ടത് തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനുള്ള സ്ഥാപനങ്ങളല്ല യൂണിവേഴ്സിറ്റികൾ. യൂണിവേഴ്സിറ്റികൾ വിദ്യാർത്ഥികൾക്കുള്ളതാണ്. വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള അധ്യാപകർക്കും അധ്യാപകരായിട്ടുള്ള ജീവനക്കാർക്കും ഒക്കെ ഉള്ളതാണ്. നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നല്ല പൗരന്മാരുണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എവിടെ കിടന്ന ഒരാൾ വന്ന് ഗവർണറായിട്ട് കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്ന ഗവർണർമാർക്ക് ഇങ്ങനെ പച്ചയായ രാഷ്ട്രീയം പാടില്ലാത്തതുമാണ്. അപ്പോൾ അതൊരു പ്രശ്നം. മറുവശത്ത് ഗവർണർ ചില കാര്യങ്ങൾ പറയുമ്പോൾ മനുഷ്യർക്ക് അത് ശരിയാണെന്ന് തോന്നിപ്പോകുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CPM സർവകലാശാലകളെ തകർത്ത് കളഞ്ഞു. വാഴക്കുല PhD തൊട്ട് ഒരു യോഗ്യതയില്ലാത്തവരെ വൈസ് ചാൻസലർമാരാക്കുക, ബന്ധുക്കളെയും പാർട്ടിക്കാരെയൊക്കെ വൈസ് ചാൻസലറാക്കുക. ഞാൻ സെനറ്റ് അംഗമായിരുന്ന ആളാണ്. യൂണിവേഴ്സിറ്റികളുമായിട്ടോ വിദ്യാഭ്യാസമായിട്ടോ യാതൊരു ബന്ധമില്ലാത്ത ചിലർ അതിനകത്ത് പാർട്ടി വഴി വന്നിട്ടുണ്ട്. അവർ വന്നിരുന്ന് രാഷ്ട്രീയം പറയുക, വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്പെടേണ്ട കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ട സമയം ഇവർ ഉച്ചവെച്ച് ബഹളം ഉണ്ടാക്കുക. അസംബ്ലി പോലെയും പാർലമെൻറ്റ് പോലെയും ഒച്ച ഉണ്ടാക്കാനുള്ള സ്ഥാപനങ്ങളായിട്ട് സെനറ്റിനെയും സിൻഡിക്കേറ്റിനെയൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ അധികാരത്തിന് വേണ്ടിയിട്ടും സ്വന്തം ആൾക്കാരെ നിയമിക്കാനുള്ള പ്രസ്ഥാനങ്ങളായിട്ടുമൊക്കെ CPM ഈ യൂണിവേഴ്സിറ്റികളെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗമായിരുന്ന ഒരാളാണ്, വിദ്യാർത്ഥിയായിരുന്നപ്പോൾ. പിന്നെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഞാൻ ഹാർവാർഡിലും പോയിട്ടുണ്ട്. അവിടെയും വിദ്യാഭ്യാസമുണ്ട്. ലോകത്ത് ഇവിടുത്തെ CPMൻ്റെ തന്നെ അല്ലെങ്കിൽ SFIയുടെയൊക്കെ വലിയ നേതാക്കന്മാർ ഹാർവാർഡിൽ പോയി പഠിക്കാറുണ്ട്. അവരോട് ചോദിച്ചു നോക്കണം. ഇവിടുത്തെ ഇതുപോലത്തെ വിദ്യാഭ്യാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രാഷ്ട്രീയക്കാരും പാർട്ടിക്കാരും ഗവർണർമാരും കൂടി ചേർന്നിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ഇതുപോലെ പോയിക്കഴിഞ്ഞാൽ ഈ ഇന്നത്തെ നിലയിൽ യൂണിവേഴ്സിറ്റി തുടരും. കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് നല്ല പേരുണ്ടെങ്കിൽ കേരളത്തിൽ ബുദ്ധിയുള്ള വിദ്യാർത്ഥികളുള്ളതുകൊണ്ടാണ്. അവരെ രക്ഷകർത്താക്കൾ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ വിടുന്നതുകൊണ്ടാണ്. അതിനൊന്നും ഈ CPMനോ മന്ത്രിമാർക്കോ ഒരു പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വമില്ല. വിദ്യാർത്ഥികൾ ഇവിടെ കേരളത്തിൽ സാക്ഷരതയുള്ള സംസ്ഥാനമായതുകൊണ്ടും പഠിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വീടുകളിലുള്ളതുകൊണ്ടാണ്. പക്ഷേ അത് യൂണിവേഴ്സിറ്റികൾ വരുമ്പോഴത്തേക്ക് കോളേജിൽ വരുമ്പോഴത്തേക്ക് പിള്ളേരെ തല്ലിപ്പൊളി രാഷ്ട്രീയം, അനാവശ്യമായ രാഷ്ട്രീയം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയ ബോധം വേണം. വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയ നേതാവായിരുന്ന ആളാണ്. പക്ഷേ ഈ ബസ്സിന് കല്ലെറിയാനും ആളെ കല്ലെറിയാനുമായിട്ട് വിദ്യാർത്ഥികളെ കൊണ്ടുപോയിട്ട് വീടുകളിൽ നല്ല കുട്ടികൾ നന്നായി വളരണമെന്ന് ആഗ്രഹിക്കുന്ന വീടുകളിൽ കുട്ടികൾ രാഷ്ട്രീയത്തിൽ പോകാൻ സമ്മതിക്കാതെ വരും. അപ്പോൾ അതൊരു അപകടമാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റികളിലും കലാലയങ്ങളിലും വിദ്യാർത്ഥി രാഷ്ട്രീയം വേണം. ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം അറിയില്ലെങ്കിൽ, അവർ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടില്ലെങ്കിൽ നാളത്തെ മന്ത്രിമാരും അല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നവരൊക്കെ ഇന്ന് കാണുന്ന ചില മന്ത്രിമാരെ പോലിരിക്കും. അത് പഴയ അപകടങ്ങളാണ്. വിദ്യാഭ്യാസ രംഗത്ത് പോലും നമുക്ക് നല്ല മന്ത്രിമാരെ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് നല്ലവരായിട്ടുള്ളൊരു വിദ്യാഭ്യാസം നേരെ നേടാത്തതിൻ്റെ പ്രശ്നമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പോകാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്നതൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. എൻ്റെ ഡിഗ്രികളൊക്കെ കിട്ടിയ യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഏതോ നമുക്ക് വിദ്യാർത്ഥികളാണെന്ന് പോലും സംശയം തോന്നുന്നവരൊക്കെ തള്ളിക്കയറി അതിനകത്ത് പല വഴി കയറുകയാണ്. പലരും ജീവിതമാണ് അവിടെ. ഇപ്പം തന്നെ എനിക്കറിയാവുന്ന പലരും പല നാടുകളിലും പോയിട്ട് ഇവിടുത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന, ഞാനൊരു പൊതുപ്രവർത്തനമായതുകൊണ്ട് എനിക്കറിയാം. ഇതെല്ലാം ശുപാർശകളും ആളുകൾ വരിക ഇവിടെ വന്ന് അപ്പോഴൊക്കെയാണ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റ് നശിപ്പിച്ചു കളഞ്ഞാൽ അവസ്ഥ ആലോചിച്ചു. ഈ തള്ളി ജനൽ വഴിയും വാതിൽ വഴിയൊക്കെ കയറുന്ന ഒരു കോളേജ് നേരെ പോകാത്ത പിള്ളേരാണെന്ന് കണ്ടറിയാം. കോളേജ് വിദ്യാർത്ഥികളാണെന്നതിന് സംശയമുണ്ട്. അവരിതെങ്കിലും എടുത്ത് പുറത്തിടുക, കത്തിക്കുക കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റിയിലൂടെ പരീക്ഷ എഴുതി ഡിഗ്രി നേടി ജോലി നേടാൻ ആഗ്രഹിക്കുന്ന, നാട്ടിനകത്തും പുറത്തുമൊക്കെ ഒരു ജോലി ചെയ്ത് അവനവൻ്റെ ഭാവി സംരക്ഷിക്കാൻ, കുടുംബങ്ങളെ സംരക്ഷിക്കാനായിട്ട്, അച്ഛനെ അമ്മയെ നോക്കാനായിട്ട്, ഭാവിയിൽ അവരുടെ ദമ്പതികളെ നോക്കാനായിട്ട്, കുട്ടികളെ സൃഷ്ടിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്ന അവരുടെ ജീവിതം തകർത്ത് കളയലാണ്. അപ്പോൾ ഇത് പോലീസ് കൈകൊടുത്താണ് സമരത്തിന് ആളെ കയറ്റുന്നത്. രാഷ്ട്രീയമൊക്കെ വരാം, പക്ഷേ വിദ്യാർത്ഥികൾ തല്ലാനും പാടില്ല. അത് ഏത് പാർട്ടിയാലും വിദ്യാർത്ഥികളെ ആക്രമിക്കാൻ പാടില്ല. പക്ഷേ വിദ്യാർത്ഥികളെ തൂക്കിയെടുത്തുകൊണ്ട് പോലീസ് വാനിൽ കയറ്റുന്ന മനസ്സിലാക്കുക. ഇത് കൈ പിടിച്ച് വാ മോനെ എന്ന് പറഞ്ഞിട്ട് സമരത്തിന് കയറ്റുന്ന പോലീസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് ധിക്കാരമാണ്. വിദ്യാഭ്യാസത്തോട് താല്പര്യമുള്ള ഒരു മനുഷ്യനോ, ഒരു മുഖ്യമന്ത്രിക്കോ, ഒരു പ്രതിപക്ഷ നേതാവിനോ, ഒരു മന്ത്രിക്കോ, ഒരു സാധാരണ മനുഷ്യനോ, പൊതുപ്രവർത്തനോ നോക്കി നിൽക്കാൻ കഴിയുന്ന ആഭാസമല്ല ഇന്നലെ കണ്ടത്. ഇപ്പോൾ നടക്കുന്നത് ന്യായമായൊരു വിഷയത്തിൽ എല്ലാവരെയും സംഘടിപ്പിച്ച് ഗവർണർക്കെതിരെയുള്ള നടപടികൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കേണ്ട സമയത്ത് ഗവർണർക്ക് സിമ്പതി ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലുള്ള അക്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.
അപ്പോൾ അത് തീർച്ചയായിട്ടും CPM നിന്ന് പിന്മാറണം. SFIയുടെ സമരാഭാസങ്ങൾ അവസാനിപ്പിക്കണം.